ഹലോ, വെൽക്കം ബാക്ക് ടു ഗണിത ഗുരു. പരീക്ഷയൊക്കെ അങ്ങ് അടുത്തെത്താറായി. അപ്പം മാത്സിൻ്റെ റിവിഷൻ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ 14ാമത്തെ പാഠമാണ് നോക്കുന്നത്. ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈ ചാർട്ട് വരയ്ക്കാനാണ്. അപ്പം നമുക്ക് നേരിട്ട് എങ്ങനെയാണ് പൈ ചാർട്ട് വരയ്ക്കുക, അതിൻ്റെ പ്രോബ്ലംസ് രണ്ടെണ്ണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അത് തന്നെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അതിൽ 20 പേര് സ്കൂൾ ബസ്സിലും 15 പേര് നടന്നും 5 പേര് സൈക്കിളിലുമാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാറ്റ കാണിക്കുന്ന ഒരു പൈ ചാർട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾക്കറിയാം, പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഒരു വൃത്താകൃതിയിലാണ് വരയ്ക്കേണ്ടത്. വൃത്താകൃതിയിലുള്ള വിവരശേഖരണത്തിന് പറയുന്ന പേരാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഭാഗവും എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിങ്ങനൊരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബൈ ബസ്സിൽ വരുന്ന കുട്ടികളുടെ എണ്ണം 20, നടന്നു പോകുന്നത് 15, സൈക്കിളിൽ വരുന്നത് 5. അങ്ങനെ മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് ടോട്ടൽ കാണണം. അപ്പം നമുക്ക് 40 ആൻസർ കിട്ടും. ഇനി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കാം. മൊത്തം 40 കുട്ടികളുണ്ട്. 40-ൽ 20 പേരാണ് ബസ്സിൽ പോകുന്നത്. അപ്പോൾ 40-ൽ 20, 20/40 ഇൻറ്റു ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇൻറ്റു 360 നമ്മൾ കട്ട് ഷോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം 40-ലെ 0യും 360-ലെ 0യും കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ 4-ഉം 36-ഉം കട്ട് ചെയ്തു. അപ്പോൾ 9 കിട്ടി. 20 × 9 180 ഡിഗ്രി. അടുത്തത് നടന്നു പോകുന്ന 15 കുട്ടികളാണ്. 40-ൽ 15, അപ്പോൾ 15/40 ഇൻറ്റു 360. അപ്പോൾ സെൻട്രൽ ആംഗിൾ കാണാനായിട്ട് ഇൻറ്റു 360 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 40-ലെ 0-ഉം 360-ലെ 0-ഉം കട്ട് ചെയ്ത് കളഞ്ഞു. 4, 36-ൽ 9 ടൈംസ് 15 × 9 135 ഡിഗ്രി. അടുത്ത സൈക്കിളിൽ പോകുന്നത് 5 പേരാണ്. അപ്പോൾ 5/40. അപ്പോൾ 40-ലെ 0യും 360-ലെ 0യും കട്ട് ചെയ്ത് കളഞ്ഞു. 436-ൽ 9 ടൈംസ് 9 × 5 45 ഡിഗ്രി. ഇവ നമുക്ക് 3 ആംഗിളും കിട്ടി. ഇനി എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന് കൃത്യമായൊരു റേഡിയസ് അങ്ങനെ നിർബന്ധമില്ല. ഒരു സാധാരണ ഒരു വലുപ്പത്തിൽ ഒരു 3-4 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ സർക്കിളിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് റേഡിയസ് എന്ന് പറയാം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇത് എന്തിനാണ് വരയ്ക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് നമ്മൾ മെഷർമെൻ്റ് എടുത്തിന് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബസ്സിൽ വരുന്നവരുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് വെച്ചു. 180 ഡിഗ്രി വരുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ അവിടെ കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് 180, ഈ 180 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്ത്, ബസ്സിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ എഴുതാം 180 ഡിഗ്രി ബസ് എന്ന് എഴുതാം. ചിത്രം വരയ്ക്കേണ്ടത് എപ്പോഴും പെൻസിൽ ഉപയോഗിച്ചാണ്. പക്ഷെ അതിൽ എഴുതുന്നത് പേന കൊണ്ട് എഴുതുന്നതിന് തെറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് തിരിക്കുക. അടുത്ത് നമുക്ക് എത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു. 135 ഡിഗ്രി എവിടെയാണെന്ന് നോക്കി. ഇതാ 135ൻ്റെ അവിടെ കുത്തിടാം. അപ്പോൾ ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ മെഷർമെൻറ്റ് എഴുതണം. മെഷർമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പോൾ 135 ഡിഗ്രി ബൈ വാക്ക്. അടുത്തത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും, 45 ഡിഗ്രി ആയിട്ടുണ്ടാവും. നമ്മൾ മെഷർ ചെയ്താൽ അറിയാം. അതാണ് എന്ത് പറയുന്നത്, ബൈസൈക്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പൈ ചാർട്ട് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ അധികമായിട്ട് നിൽക്കുന്ന ഈ നമ്മൾ നീട്ടി വരച്ചപ്പോഴത്തെ ഇതുണ്ടല്ലോ, അതങ്ങ് മാച്ച് കളയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ക്ലാസ്സിൽ 25% കുട്ടികൾക്ക് മാത്സ് പരീക്ഷയിൽ എ ഗ്രേഡ് കിട്ടി. 40% കുട്ടികൾക്ക് ബി ഗ്രേഡ് കിട്ടി. 20% കുട്ടികൾക്ക് സി ഗ്രേഡ് കിട്ടി. ബാക്കി കുട്ടികൾക്കെല്ലാം ഡി ഗ്രേഡ് കിട്ടി. അപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം ഇത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ശതമാനക്കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശതമാനം എന്ന് പറയുന്നത് ബൈ 100 ആണ്, 100ലാണ്. 100-ൽ 25% കുട്ടികൾക്ക് ഗ്രേഡ് കിട്ടി, 40% കുട്ടികൾക്ക് ബി ഗ്രേഡ് കിട്ടി,
100-ൽ 20% കുട്ടികൾക്ക് സി ഗ്രേഡ് കിട്ടി. ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് 100-ൽ നിന്ന് ഈ 25-ഉം 40-ഉം 20-ഉം കൂട്ടിയത് കുറയ്ക്കണം. അപ്പോൾ 100 - 85 = 15%. അപ്പോൾ 15% പേർക്കാണ് ഡി ഗ്രേഡ് കിട്ടിയത്. ഇനി നമുക്ക് ആംഗിൾ എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ ശതമാനം ആയതുകൊണ്ട് 25/100 × 360. 360-ലെ 0, 100-ലെ 0 കട്ട് ചെയ്തു. ബാക്കിയുള്ള 10-ഉം 25-ഉം നമ്മൾ കട്ട് ചെയ്യാണ്. 5-ൽ 25-ൽ 5 5 പ്രാവശ്യം, 10-ൽ 2 പ്രാവശ്യം. വീണ്ടും ആ 2 36-ൽ കട്ട് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 × 5 90 ഡിഗ്രി. അതുപോലെ 40/100 × 360 കട്ട് ഷോർട്ട് ചെയ്തപ്പോൾ 144 ഡിഗ്രി കിട്ടി. അടുത്തത് 20% ചെയ്തപ്പോൾ 20/100 × 360 ചെയ്തപ്പോൾ 72 ഡിഗ്രി കിട്ടി. ലാസ്റ്റത്തെ 15%. അപ്പോൾ 15/100 × 360 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞ് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 54 ഡിഗ്രി കിട്ടി. ഇനി നമുക്കിതിൻ്റെ ചിത്രം വരച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എ ഗ്രേഡിൻ്റെ കണക്കാണ്. കറക്റ്റ് 90 ഡിഗ്രി എവിടെയാണെന്ന് വെച്ചാൽ കുത്തിട്ടു നമ്മൾ എന്ത് ചെയ്യുക, നീട്ടി വരയ്ക്കാം. അപ്പം തന്നെ നമ്മൾ മെഷർമെൻറ്റ് എഴുതി പോകുന്നതാണ് നല്ലത് കേട്ടോ. 90 ഡിഗ്രി നമ്മൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതെന്താണ്, എ ഗ്രേഡ് എന്ന് എഴുതാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിതൊന്ന് തിരിച്ചു പിടിക്കുക. നമ്മൾ ഇതൊന്ന് തിരിച്ചു പിടിച്ചു, പ്രൊട്രാക്ടോടെ വെച്ചു. 144 ഡിഗ്രി മാർക്ക് ചെയ്തു. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചു നീട്ടി വരച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 144 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരേപോലെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന ടീച്ചർ ഇത് മറച്ച് നോക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരേപോലെ എഴുതാം. 144 ഡിഗ്രി അതെന്താണ്, ബി ഗ്രേഡാണ്. ബി ഗ്രേഡ് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുക. അടുത്തതെന്ന് പറയേണ്ടത് എത്രയാണ്, സി ഗ്രേഡാണ്. 72 ഡിഗ്രിക്ക് ഇത് ഇവിടെ നിന്ന് വെച്ചിട്ട് 72ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കാം. ഇത് 72 ഡിഗ്രി അതെത്രയാണ്, സി ഗ്രേഡാണ്. സി ഗ്രേഡ് ലാണ്. അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും, 54 ഡിഗ്രി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു പൈ ചാർട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം നേരെ എഴുതണം. മേൽപോട്ടും മുകളിലേക്കും നോക്കി എഴുതരുത്. അങ്ങനെ എഴുതുമ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റയടിക്ക് ഇങ്ങനെ വായിക്കാവുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.